നമസ്കാരം. കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയുടെയും യുവാവിൻ്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംസ്കാരം. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കരിഞ്ചോല പെരിങ്ങോട് ബിജുവിൻ്റെ മകൾ ദേവനന്ദ, ഏകരൂൽ സ്വദേശി പരേതനായ ബാബുവിൻ്റെ മകൻ വിഷ്ണുലാൽ എന്നിവരാണ് മരിച്ചത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു വിഷ്ണു. വിഷ്ണുവും ദേവനന്ദയും പ്രണയത്തിലായിരുന്നു. ഇരുവരുടെയും അമ്മ വീടുകൾ കണ്ണാടിപ്പൊയിലാണ്. ഇവിടെ വെച്ചാണ് ഇവർ പരിചയത്തിലാകുന്നത്. ഇരുവരുടെയും അടുപ്പം വീട്ടുകാർക്ക് അറിയാമായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ 19-ന് പുലർച്ചെ മുതലാണ് ദേവനന്ദയെ കാണാതാകുന്നത്. തുടർന്ന് കുട്ടിയുടെ അച്ഛൻ പ്രാദേശിക നേതാവിൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. പോലീസിലും പരാതി നൽകി. പ്രാദേശിക രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള അടുപ്പം സൂചിപ്പിക്കുന്നത്. അന്വേഷണത്തിൽ യുവാവിനെയും കാണാനില്ല എന്നറിഞ്ഞു. ഇരുവരുടെയും ഫോൺ ട്രാക്ക് ചെയ്യാൻ പോലീസിന് ആദ്യ ദിവസം സാധിച്ചെങ്കിലും പിന്നീട് കഴിഞ്ഞില്ല. കണ്ണാടിപ്പൊയിലിലെ വിഷ്ണുവിൻ്റെ അമ്മ വീടിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ നിന്നാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരു യുവാവാണ് ബൈക്കിൽ ഇവരെ ഇവിടെ എത്തിച്ചത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. എന്നാൽ അവരെ വീട്ടിലാക്കി എന്നതിനപ്പുറം വിവരങ്ങൾ ഇയാൾക്കും അറിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ.